അർജന്റീനയിലെ റൊസാരിയോ തെരുവുകളിലൂടെ പന്ത് തട്ടി നടന്ന ആ ഒരു ചെറിയ പയ്യൻ, പക്ഷെ തന്റെ ഇടംകാലിൽ വന്ന ഗ്രോത്ത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണം അതിന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടിയ ആ ഒരു കുടുംബം. പക്ഷെ ആ ഒരു കാലിലെ മാന്ത്രികത മനസ്സിലാക്കിക്കൊണ്ട് സ്പെയിനിലെ ബാഴ്സലോണ എന്ന ആ ഒരു ക്ലബ്ബ് ആ ഒരു പ്ലെയറെ സൈൻ ചെയ്യുന്നു. ആ ഒരു ചികിത്സ ക്ലബ്ബ് നോക്കിക്കോളാമെന്ന് ഉറപ്പ് നൽകുന്നു. ആ ഒരു പ്ലെയർ എത്തിച്ചേരുന്നത് സ്പെയിനിലെ ബാഴ്സലോണയിലെ ഫുട്ബോൾ കളരിയായ ലാ മാസിയയിലേക്കാണ്. തൻ്റെ ഗോൾ അടി കൊണ്ട്, തൻ്റെ അസിസ്റ്റുകൾ കൊണ്ട്, തൻ്റെ ട്രിബിളിങ് കൊണ്ട് ആ ഒരു പ്ലെയർ അവിടെയുള്ള മൊത്തം പ്ലേയേഴ്സിനെയും കോച്ചിങ് സ്റ്റാഫുകളെയും കോച്ചുകളെയൊക്കെ ഞെട്ടിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സാക്ഷാൽ ലയണൽ മെസ്സി. ആ ഒരു സമയത്ത് ബാഴ്സലോണയിൽ കളിക്കുന്ന ലയണൽ മെസ്സിയെ സ്പെയിൻ്റെ നാഷണൽ ടീമിൽ എത്തിക്കാൻ വേണ്ടി സ്പെയിൻ്റെ ആ ഒരു ഫെഡറേഷനും അതുപോലെ സ്പെയിൻ്റെ ആ ഒരു സമയത്ത് കോച്ചും ഒരു ശ്രമം നടത്തുകയുണ്ടായി. മെസ്സിക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മെസ്സി അന്ന് വഴങ്ങിയില്ല. മെസ്സി അന്ന് ഒരേ നിർബന്ധം പിടിച്ചു, താൻ കളിക്കുകയാണെങ്കിൽ അത് അർജന്റീന നാഷണൽ ടീമിന് വേണ്ടി മാത്രമായിരിക്കും എന്നാണ് അന്ന് മെസ്സി പറഞ്ഞത്. കാരണം ആ ഒരു കാലുകളിൽ ഒരു നിയോഗം ഉണ്ടായിരുന്നു. അർജന്റീനിയൻ നാഷണൽ ടീമിന് കിട്ടാക്കനിയായി മാറിയ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു വേൾഡ് കപ്പ് വീണ്ടെടുത്ത് കൊടുക്കാനുള്ള ഒരു നിയോഗം റൊസാരിയോയിലെ ആ ഒരു തെരുവിൽ നിന്ന് വരുന്ന മെസ്സിയുടെ ഇടംകാലിനുണ്ടായിരുന്നു.